ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ഡോക്ടർ ഷോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 10ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഡോക്ടർ ഷോൺസിന്റെ ഫാൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ഇനി മുതൽ 200 ലൈക്സ് ആയിരിക്കും. എപ്പോഴായിരിക്കും 200 ലൈക്സ് അടിക്കുന്നു അന്നേരമായിരിക്കും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ വിലയേറിയ വളരെയധികം നല്ല രീതിയിൽ തന്നെയുള്ള സപ്പോർട്ട് കാരണം ഞാൻ ഇന്നത്തെ ദിവസം ഒരു എപ്പിസോഡും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തുടക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ സേക്കു ആണെങ്കിൽ 1-2 പഠിക്കുന്ന പ്രായത്തിലാണ് ടെക്നോളജീസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ ഒരു എസെൻഷ്യൽ പവർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മുടെ സേക്കുവിന് മനസ്സിലാകുന്നു. കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ സ്റ്റോൺ ഏജ് കാലത്ത് ഫൈനലി ഉണ്ടാക്കിയിരിക്കുന്നു. മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി നിർമ്മിച്ചു തന്നെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പവർ പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ഒരുപാട് സന്തോഷിക്കുകയാണ്. ക്രോമും ആദ്യമായിട്ടാണ് ലൈറ്റ് കാണുന്നത്, അതുപോലെ തന്നെ അവനും ഒരുപാട് സന്തോഷിച്ചു. സ്റ്റോൺ ഏജ് കാലത്ത് അവൻ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗെന്ന് മനസ്സിൽ വിചാരിക്കുന്നു, ഞാനിപ്പോ ജീവനോടുണ്ട്, പക്ഷെ ഗെന്നാണെങ്കിൽ സുക്കാസനോട് ചെന്നിട്ട് ഞാൻ മരിച്ചെന്ന് പറയണം, അതായിരിക്കും നല്ലത്. ഗെന്ന് സുക്കാസനോട് വർക്ക് ചെയ്യുന്നവനാണോ ദുഷ്ടനാണോ? അങ്ങനെ പറയാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം നമ്മുടെ ഗെന്നാണ് മാക്ബയുടെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. നല്ലവനോ പന്നവനോ ആ കാര്യമൊന്നുമല്ല എനിക്കറിയേണ്ടത്. സയൻസിൽ അവൻ ജോയിൻ ചെയ്യണം, എന്നിട്ട് സുക്കാസനോട് ചെന്നിട്ട് ഞാൻ മരിച്ചെന്ന് പറയാം, മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ക്രോം പറയുക പോലെ തന്നെ ഇവിടെയും ഒരുപാട് സന്തോഷമുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യും. സയൻസിനെ കുറിച്ച് പഠിക്കാനും സാധിക്കും. എനിക്ക് സയൻസുമായിട്ട് ഒരു ഇൻട്രസ്റ്റും ഇല്ല. സുക്കാട്സിനോട് ചേർന്നിട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവുകയാണ്. സുക്കാട്സ് അവനെ റിവൈവ് ചെയ്യുന്ന കാര്യം അവൻ ആലോചിച്ച് നോക്കുകയാണ്. എന്നാണ് മീരിട്ടായിരുന്നു ഞാൻ എവിടാ, എനിക്ക് എന്താ സംഭവിച്ചത്? ഇയർ 5760 നിൽക്കുന്നത്. സുക്കാട്സ് അവനോട് പറയുകയാണ്, പ്രൈമേറ്റ് ഹൈസ്കൂളിലുള്ളവനല്ലേ, നിന്നെ ഞാനൊരു TV പ്രോഗ്രാമിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാച്യൂസ് ഒക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരെയായിട്ടായിരിക്കും ഞാൻ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിന്റെ അടുത്ത് നിന്ന് എനിക്കൊരു ഹെൽപ്പ് വേണം, അത് നീ ചെയ്തേ പറ്റത്തുള്ളൂ. മെന്റലിസ്റ്റിന്റെ സ്കില്ല് യൂസ് ചെയ്തിട്ട് നീ ഒരാൾ ഇപ്പം ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് നീ കണ്ടുപിടിക്കണം. സേക്കു എന്നാണ് എന്ന് നമ്മുടെ സുക്കാട്സ പറയുകയാണ്. അവൻ ചോദിക്കുകയാണ്, ആരാണ് ഈ സേക്കു? ഈ വേൾഡിൽ തന്നെ ആദ്യമായിട്ട് റിവൈവ് ആകുന്നത്. ഈ റിവൈവൽ ഫ്ലൂയിഡ് എല്ലാ സാധനവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ജീനിയസ് ആണ്. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെ റിവൈവ് ചെയ്യണമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അഥവാ അവൻ അങ്ങനെ ചെയ്ത് പണ്ടത്തേതുപോലെ തന്നെ വീണ്ടും നശിക്കും, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഞാൻ അവനെ കൊന്നു. കാര്യങ്ങളെല്ലാം ഗെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നീ അങ്ങോട്ടൊരാൾ വന്നിട്ട് നമ്മുടെ ഗെന്നിനെ ഒരുപാട് എടുത്തിട്ട് പൂശുന്നത്. ഗെന്ന് ആരാണെന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗെന്നിനെ കുത്തി കൊല്ലുകയാണ്. ശബ്ദം കേട്ട് അവർ വരുന്ന സമയത്ത് തന്നെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർ ഓടി പോയിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് ഇത് ശരിക്കുള്ള ബ്ലഡ് അല്ല, ഇത് ഫേക്ക് ബ്ലഡ് ആണ്. നീ ഒരു മെജീഷ്യൻ ആയിട്ടുള്ള മെന്റലിസ്റ്റ് തന്നെയാണ്, പക്ഷേ നീ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു സന്തോഷിക്കുകയാണ്. ഗെന്നിന് ഒരുപാട് അടികൾ കിട്ടിയത് കൊണ്ട് തന്നെ അവൻ ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ പരിപാടികളൊക്കെ കണ്ടുപിടിച്ചെന്ന് ഞാൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് സീക്ക വില്ലേജിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസമാണ് ഗിന്നിനെ ആരാണ് അടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്വീക്ക അങ്ങോട്ട് വരുന്നു. ഈ വില്ലേജിൽ തന്നെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ആള് ഞാനാണ്. കൂടെ ചേർന്നിട്ടാണ് കൊഹാക്കുവിന് ഒരുപാട് ശക്തി ലഭിച്ചത്. അവനെ കൊന്നിരിക്കുന്നു. ആദ്യം ഗ്ലോറിനെ കല്യാണം കഴിക്കും, എന്നിട്ട് കൊഹാക്കുവിനെ കല്യാണം കഴിക്കും. ഇവിടെ മാഗ്മ വളരെയധികം ക്രൂരനായിട്ട് പറയുകയാണ് സംഭവിച്ചതെന്ന് നമ്മുടെ സേക്കുവിനും ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഗിന്നിനെ പോയി ആക്രമിച്ചത് നമ്മുടെ സേക്കു ആണ് ഗിന്നെന്ന് പറഞ്ഞു. വില്ലേജിൽ ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അത് സേക്കു ആയിരുന്നു, പക്ഷെ അത് ഗിന്നിനെയാണ് അവർ പോയി അടിച്ചത്. സേക്കു എന്ന് പറഞ്ഞു പറയുകയാണ്, സത്യം പറഞ്ഞ അവൻ അറിയത്തില്ല നീ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുറിലയാണ്. സമയത്ത് നമ്മുടെ കൊഹാക്കുവിന് ഒരുപാട് ദേഷ്യം വരും. ഒരു വർഷമാകുന്ന സമയത്ത് വില്ലേജിൽ ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തിയിലാണ്. ആരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആള് വില്ലേജിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. കഴിക്കുന്ന ആളാണ് വില്ലേജിന്റെ ചീഫായിട്ടുള്ള ഗ്ലോറിനെ കല്യാണം കഴിക്കുന്നത്. ലാസ്റ്റായിട്ട് നടന്ന ടൂർണമെന്റിൽ മാഗ്മ ജയിക്കാൻ വേണ്ടി പോകുന്ന സമയത്തായിരുന്നു. അതന്നെയാണ് അടുത്ത ചീഫ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സന്തോഷിക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ഗ്ലോറി ഒരുപാട് വയ്യാതെ ക്രോം ആണെങ്കിൽ അവൾക്ക് വെള്ളം കൊടുക്കാന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഗാർഡ്സ് ആണെങ്കിൽ ക്രോമിനെ തടുക്കുകയാണ്. തന്നെ വില്ലേജിന്റെ ചീഫായിട്ട് മാറും. തന്നെ മരിച്ചായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ ഈ വില്ലേജ് മൊത്തത്തിൽ തന്നെ കൈയടങ്ങാൻ വേണ്ടി സാധിച്ചേനെ. ദേഷ്യം വന്ന് നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ അവനെ എടുത്തിട്ട് അടിക്കുകയാണ്. ചേർന്നെ കെട്ടാൻ വേണ്ടിയുള്ള ഒരു അധികാരവും നിനക്കില്ല. കൊഹാക്കു ആണോ അപ്പൊ വിജയിച്ച്? അപ്പൊ ഗ്ലോറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത് കൊഹാക്കു ആണോ? നമ്മുടെ കൊഹാക്കുവിന്റെ അച്ഛന് ഒരുപാട് ദേഷ്യം വരികയാണ്. സംഭവിച്ചത് നമ്മുടെ കൊഹാക്കു അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. മാഗ്മ ഒരു ദുഷ്ടനാണെന്നുള്ള ഒരു കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലാകും. കെട്ടിയ ഉറപ്പായിട്ടും ഗ്ലോറി മൊത്തത്തിൽ തന്നെ ഇല്ലാതാകും. മാഗ്മ ചീഫ് ആയെങ്കിൽ ഗ്ലോറിക്ക് ആന്റിഡോട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. സേക്കു പറയുകയാണ്, മാഗ്മ ദുഷ്ടനാണ്, എന്റെ ചേച്ചിയും അവനും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ജീനറോ, നിങ്ങൾക്ക് എന്റെ സിസ്റ്ററിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഇഷ്ടമാണ്. സമയത്ത് നമ്മുടെ ജീനോയ്ക്ക് ഒരു
ഒരുപാടധികം സന്തോഷം വരികയാണ്. വൃത്തിയായിട്ടുള്ള നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. കിങ്ഡം ഓഫ് സയൻസിന്റെ ഉള്ളിലുമുണ്ട് ഒരു എവിളാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വാ. എനിക്ക് ആകെ കൂടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ സിസ്റ്ററിനെ രക്ഷിക്കണം. ഇത് നമ്മുടെ കൊഹാക്കു പറയുകയാണ്. ഇതിൽ കൂടുതൽ നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ മാഗ്മാനെ തോപ്പിക്കാൻ വേണ്ടി നമ്മുടെ കീനറോനെയും ജീനറോനെയും ട്രെയിനിങ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ക്ഷമിക്ക്, എനിക്ക് നിന്നെ ട്രെയിനിങ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. വീക്കായിട്ടുള്ള ആളാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. ജീനറോനും മാത്രമേ മാഗ്മാനെ തോപ്പിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നിനക്ക് റൂറിയെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്കു അവനെ കളിയാക്കുന്നുണ്ട്. നമ്മുടെ റൂറിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു. കാലം മുഴുവനും എനിക്ക് ഈ അസുഖം ഉണ്ടായിരിക്കുമെന്ന് നമ്മുടെ റൂറി പറയുകയാണെങ്കിലും നിന്റെ അസുഖത്തിനെ ഞാൻ ശരിയാക്കിയിരിക്കും എന്ന് നമ്മുടെ ക്രോം പറയുന്നു. റൂറിനെ രക്ഷിക്കണം, സന്തോഷമായിട്ടിരിക്കുന്നതാണ് എന്റെ സന്തോഷം. സയന്റിസ്റ്റാ എന്ന് നമ്മുടെ ക്രോം പറയുകയാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ സേക്കുനും ഒരുപാടധികം സന്തോഷം വരും. നാളും ഇങ്ങനെ ഗിന്ന് കിടന്നാൽ ഉറപ്പായിട്ട് സുക്കാട്സ എന്നെ തേടി വരും, പ്രശ്നമായിരിക്കും. ബാക്കിയുള്ളവരെല്ലാവരും പോയി കിടന്ന് ഉറങ്ങുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ എന്തോ പറയുന്നുണ്ട്. സോ ഇത് നമ്മുടെ സേക്കു ആണെങ്കിൽ അവന്റെ അടുത്ത് പോയിരുന്ന് കേട്ട് മനസ്സിലാക്കുന്നു. സേക്കുന് അതെന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മളെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. ഒരു ക്രോമിന്റെ അലർച്ച കേൾക്കുന്നു. അയ്യോ, മൊത്തത്തിൽ പ്രശ്നമായി. ഇന്നാണെങ്കിൽ ഇവരാരും അറിയാതെ സുക്കാട്സയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ജീവനോടുണ്ടെന്ന് സുക്കാട്സയോട് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് ഹാക്കു വളരെയധികം പേടിച്ചുകൊണ്ട് അവരോട് പറയുന്നു. ഇവിടെ ഗിന്നാണെങ്കിൽ വളരെയധികം വേഗത്തിൽ നമ്മുടെ സുക്കാട്സയുടെ അടുത്ത് വരികയാണ്. സുക്കാട്സ, ഇത് ഞാനാ. വില്ലേജ് ഉണ്ട്, ആ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ എന്നെ ഒരുപാടധികം ആക്രമിച്ചു. ഞാൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഓടി വന്നു. അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനെ തടുക്കണമെന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. കൊണ്ടിരിക്കുന്ന കൊഹാക്കുവിനെ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ സേക്കു തടുക്കുകയാണ്. ചെയ്യാൻ വേണ്ടി പാടില്ല, അവൻ മിക്കവാറും ഞാൻ മരിച്ചില്ലെന്നേ പറയാൻ വേണ്ടി പോകുന്നുള്ളൂ. ചുമ്മാ നമ്മുടെ കൂടെ നടന്നിട്ട് ഒരുപാടധികം നമ്മളെ സഹായിക്കത്തില്ല. അതിലെന്തോ ഒരു കാരണമുണ്ട്. കാണിക്കുന്നത് നമ്മുടെ ഗിന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞ കാര്യമാണ്. കാലത്തിൽ നീ രാമൻ ഉണ്ടാക്കി, നിനക്കൊരു കോള ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ? ഉറപ്പായിട്ടും കോള ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മരിച്ചു പോയിരിക്കുന്നു എന്ന് നമ്മുടെ ഗിന്നസ് സുക്കാട്സയോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ യുദ്ധത്തിലും കിങ്ഡം ഓഫ് സയൻസ് തന്നെ വിജയിച്ചു എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. ഒരു ബോട്ടിൽ കോളയ്ക്ക് വേണ്ടി ഞാൻ വലിയൊരു റിസ്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കോള ഉണ്ടാക്കുന്ന സമയത്ത് തണുത്ത കോള ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഇത് തന്നെ ഒരു കൂളിംഗ് ഉള്ള കോള ഉണ്ടാക്കണം, അതിനുവേണ്ടി നമ്മൾ റെഡി ആക്കണമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഫൈനലി കിങ്ഡം ഓഫ് സയൻസിനത്തിൽ നമ്മുടെ ഗിന്നും ജോയിൻ ആയിട്ടുണ്ട്. ഒരു കാര്യം, വീഡിയോയുടെ തുടക്കം പറഞ്ഞൊരു കാര്യം നിങ്ങൾ മറക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാടധികം വാഗ്ദാനങ്ങൾ തരുന്നുണ്ട്, പക്ഷെ എനിക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ വരേണ്ട വീഡിയോ ആയിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് 2 എപ്പിസോഡ്സ് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് ഈ വീഡിയോ ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഫുള്ള് നെറ്റ് ഇഷ്യൂസ് ആയിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല. അതിന് പിറ്റേന്നാൾ ഞാൻ വീഡിയോ ഇടാൻ നോക്കിയായിരുന്നു. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാൻ നോക്കുന്നു അതെല്ലാം കുളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് അപ്പോൾ എനിക്ക് 2 എപ്പിസോഡ് ഇടാമല്ലോ എന്ന് വിചാരിച്ച സന്തോഷത്തിൽ ഞാൻ ഇന്ന് വൈകിട്ട് വന്നിട്ട് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തിൽ കറപ്റ്റഡ് ആയിപ്പോയി. 2 വീഡിയോസും എന്ന് വെച്ചാൽ 2 ഡോക്ടർ ഷോൻ്റെ എപ്പിസോഡ്സും കറപ്റ്റഡ് ആയിപ്പോയി. ഇതാണ്ട് ഈ എപ്പിസോഡ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് ഞാൻ പിന്നെ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്ലിപ്പ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വോയിസ് ഒക്കെ കയറ്റുന്നത്. അപ്പോൾ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് 2 എപ്പിസോഡ് വരുമെന്ന്. ഞാൻ നോക്കട്ടെ, ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നു. ഇനി ഞാൻ ഇന്നലെ ഇരുന്ന് കുത്തിയിരുന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ഒന്നുകൂടി ഇരുന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് പറയാൻ നേരത്ത് എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യത്തില്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100K സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ അവിടെ വരെ പോയിരിക്കും. സോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ഈ ചെറിയ ആനിമി എക്സ്പ്ലനേഷൻ ചാനൽ നിങ്ങളായിട്ട് വളർത്തി തരിക. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരേക്കും ബൈ.